ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഒരമ്മയും ഒരു പെൺകുട്ടിയായിട്ട് ഭയങ്കര വഴക്കാണ്. വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചോദിക്കുന്ന കുട്ടിയോട്, ഞാൻ നിനക്കെന്താ ഇത് പറഞ്ഞിട്ട്, നിന്നോട് പറഞ്ഞിട്ടെന്താ നിനക്ക് മനസ്സിലാവാത്തത്? അപ്പൊ കുഞ്ഞ് അമ്മയോട് ചോദിക്കുന്നു, എനിക്കല്ല മനസ്സിലാവാത്തത്, നിങ്ങൾക്കാണ് മനസ്സിലാവാത്തത്. അപ്പൊ അമ്മ പറഞ്ഞു, എന്നെ ഇനി മനസ്സിലാക്കാൻ നിൽക്കണ്ട, ഞാൻ ഒരുപാട് കാലം ഇത് മനസ്സിലാക്കുന്ന ആളാണ്. അപ്പൊ കുട്ടിക്ക് ദേഷ്യം പിടിച്ചു. ഇതാണ് അമ്മയുടെ പ്രശ്നം, ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ മനസ്സിലാക്കില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ തമാശയായിട്ട് ചോദിച്ചു, സത്യത്തില് നിങ്ങൾക്കാണോ ഇത് മനസ്സിലാവാത്തത്, എനിക്കാണോ മനസ്സിലാവാത്തതെന്ന് ചോദിച്ചു. അപ്പൊ അവര് തമാശയായിട്ട് പറഞ്ഞു, ഇവരോടൊന്നും മലയാളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, സത്യമാണ്. നമുക്കും പലപ്പോഴൊക്കെ തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് അയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്നത് മറ്റവർക്ക് മനസ്സിലാവുന്നില്ല, അമ്മ പറയുന്നത് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, അച്ഛൻ പറയുന്നത് മക്കൾക്ക് മനസ്സിലാവുന്നില്ല. പലപ്പോഴുള്ള ആശങ്കകളാണ് നമ്മുടെ. എന്തുകൊണ്ടാണ് ഈ മനസ്സിലാവായ്മ ഉണ്ടാവുന്നത് എന്നതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. സത്യത്തില് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ, സംസാര രീതിയിൽ മാറ്റം വരുത്താം, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്ക് നല്ല ആകർഷണീയമായ വ്യക്തിത്വം ഉണ്ടാക്കാം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സൃഷ്ടിക്കാം. എന്താണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു രസകരമായ ഒരു ഉദാഹരണത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. നമ്മുടെ മൊബൈലുകൾ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരുപാട് പല കമ്പനികളുടെയും മൊബൈലുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ സാംസങ്, ആപ്പിൾ, പിന്നെ സോണി, അങ്ങനെ പല മൊബൈലുകളും. എന്നാൽ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള മൊബൈലിൽ ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട്. അതിന്റെ സെറ്റിംഗ്സ്, മോർ സെറ്റിംഗ്സ്, അതിന്റെ പിന്നിലേക്ക് പോയിട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന വേറെ ചില സെറ്റിംഗ്സുകൾ. പക്ഷേ നമ്മുടെ കയ്യിലുള്ള മൊബൈലിന്റെ സെറ്റിംഗ്സിലേക്ക് നമ്മൾ എത്ര പോയിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോ പിന്നെ നമ്മുടെയൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് ആകെ മൊബൈൽ സെറ്റ് ചെയ്യാൻ അറിയുന്നത് പച്ച ബട്ടൺ ഞെക്കിയാൽ ഫോൺ എടുക്കാം, ചുവന്ന ബട്ടൺ ഞെക്കിയാൽ കട്ടാക്കാം. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഡെസ്ക്ടോപ്പിലുള്ള പിക്ചറും കൂടെ മാറ്റാൻ അറിയുണ്ടാവും. അതിനർത്ഥം ഈ മൊബൈലുകളിൽ ഈ ജാതി സെറ്റിംഗ്സ് ഒന്നും ഇല്ല എന്നാണോ? അല്ലല്ലോ. ഇതേപോലെ ഓരോ മനുഷ്യനും അവന്റെ സ്വഭാവത്തിലായാലും അവന്റെ വ്യക്തിത്വത്തിലായാലും അവന്റെ സംസാര രീതിയിലായാലും ഒരുപാട് സെറ്റിംഗ്സ്, ഞാൻ പറയുന്നത് മോർ സെറ്റിംഗ്സ് ഉണ്ടെന്നാണ്. ഈ മോർ സെറ്റിംഗ്സിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ടോ? ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ നമ്മൾ നേടാറുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, ഒരുപാട് സംസാരങ്ങൾ കേൾക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കുമുള്ള ഈ മോർ സെറ്റിംഗ്സിലേക്ക് നമ്മുടെ സ്വഭാവമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ ഇടപെടലുകളോ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പോ ആയിട്ടുള്ള ഒരുപാട് സെറ്റിംഗ്സുകൾ ഉണ്ടല്ലോ, ഈ സെറ്റിംഗ്സുകളിലേക്ക് എന്തുകൊണ്ട് നമ്മൾ കയറി ചെല്ലുന്നില്ല? ഓരോ സെറ്റിംഗ്സിലേക്കും കയറി ചെന്ന് ഇന്ന സ്വഭാവത്തെ ഇന്നതാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനസ്സിലാകാത്ത ഭാഷകൾ ഉണ്ടാവില്ലായിരുന്നു, മറ്റുള്ളവർക്ക് എന്നെ കുറിച്ച് ദേഷ്യം പിടിക്കില്ലായിരുന്നു, മറ്റുള്ളവർ ഞാൻ സംസാരിക്കുന്നതിൽ ബോറടിക്കില്ലായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലരോടും ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ളത്, എനിക്ക് ഇത്രയൊക്കെ മതി, എനിക്കൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം വെച്ചിട്ട് ഞാൻ പെരുമാറും, അതിനപ്പുറത്തേക്കൊന്നും എന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് മാറ്റേണ്ടതില്ല. അതല്ലല്ലോ സത്യം. ശരിക്കും നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുക എന്ന് പറയുന്നത് അവനവന്റെ ഉള്ളിലുള്ള സെറ്റിംഗ്സുകളിലേക്ക് പിന്നെ ഓരോ തരത്തിലും ഇറങ്ങിച്ചെന്ന് അതിനെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി ഏറ്റവും നന്നായി ഡെവലപ്പ് ചെയ്ത് വളരെ ആകർഷണീയമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മൊബൈൽ ഒരു പക്ഷേ പുതിയത് വാങ്ങാം, പുതിയ സെറ്റിംഗ്സ് ഉള്ള ഒരു മൊബൈൽ വാങ്ങാൻ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് മുടക്കിയാൽ മതിയാവും. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് മാറ്റി വാങ്ങാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളുടെ സ്വഭാവങ്ങളുടെ ഓരോന്നിലേക്കും പോയി അത് ചേഞ്ച് ചെയ്തെടുക്കേണ്ടത്.